വാർത്ത എന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ രാത്രി എന്താണ് കൂളിംഗ് ഗ്ലാസ് വെച്ച് വെക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടാവും അല്ലെ. അപ്പൊ അത് കണ്ടോ, ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോ കാണുന്ന കാഴ്ച എന്ന് വെച്ചാല് കണ്ടോ, വലിയ വലിയ ആൾക്കും വളരെ ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരുപാട് വിജനമായിട്ടുള്ള സ്ഥലത്ത് കൂടിയൊക്കെ വരുമ്പോ എല്ലാം ഭയങ്കര ലൈറ്റിംഗ് ആണത്. ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫോട്ടോ എടുത്താലും നല്ല ഭംഗി ഉണ്ടാവുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് ആണ് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ നോക്കി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ എന്നോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലം. ഓരോരുത്തരും ഫോട്ടോ എടുപ്പിക്കുന്നത് അത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു നദിയാണ്. അതിന്റെ ഒരു ചാലിലൂടെ ബോട്ടുകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ധാരാളം ആൾക്കാർ ഈ സ്ക്വയറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല നല്ല നമ്മുടെ നാട്ടിലെ നദികളും ഈ പായല് അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെയും കാണാറുണ്ട്. പക്ഷെ ഇവരൊക്കെ പ്രോപ്പറായിട്ട് അതാത് മൊമെന്റിൽ അത് ക്ലീൻ ചെയ്ത് കളയും എന്നുള്ളതാണ്. ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും തന്നെ കാണാറില്ല. അപ്പൊ അത് പ്രകാരം തന്നെ കാണാനും ഭംഗിയാണ്. പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടുകളുടെ ഒക്കെ ബാക്ക് സൈഡിലായിട്ടിരിക്കും നദി ഉണ്ടാവുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സ്ഥലമുള്ള സ്വസ്ഥമായിട്ട് വന്നിരിക്കുക, കാറ്റുകൊണ്ടിരിക്കുക, നല്ല ഫോട്ടോസ് എടുക്കുക, ഭക്ഷണമൊക്കെ കഴിക്കുക. അത് തന്നെയാണ് പ്രധാനമായിട്ടും. പിന്നെ നമ്മൾ ഇതിക്ക് മുമ്പ് നമ്മുടെ നദികളെ സംരക്ഷിച്ചിട്ട് അതിന്റെ കാഴ്ചകൾ ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ ആലപ്പുഴ നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ റെസ്റ്റിന് ടീമൊക്കെ മീറ്റിങ്ങിന് പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫുഡിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മളിത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. രസ്ന, വീണ്ടും വീഡിയോകൾക്ക് സ്വാഗതം. ഹായ്. എന്താ വൈകിയത്? നല്ല ട്രാഫിക് ആണ്, ഒരു രക്ഷയില്ല. വണ്ടിയൊക്കെ അവിടെ ഇട്ടേക്കണത് ഇതിലാണോ ഇട്ടേക്കണത്? കണ്ടില്ലേ പാർക്കിങ്ങിന്റെ സ്റ്റൈല് കണ്ടേ ഇവിടത്തെ? നോക്കിയേ, കണ്ട ഫുള്ള് മെറ്റൽ സ്ട്രക്ചറാണ്. തട്ടായിട്ട് വണ്ടികള് അതിങ്ങനെ ഓരോ വണ്ടികളും മുകളിലേക്ക് അടക്കി വെക്കുക. അങ്ങോട്ട് നീക്കുക, ഇങ്ങോട്ട് നീക്കുക. 3 നിലകളായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. പിന്നെ വെച്ചിട്ടുള്ളവരെന്ത് ചെയ്യും? അല്ല, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ്. അപ്പം കുറച്ചു നേരം റെസ്റ്റോറന്റ് എല്ലാം ഉണ്ടാകും അല്ലേ? ഓക്കെ. എനിക്കാണെങ്കിൽ വെച്ചിട്ട് വയ്യ. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് ഇവിടെ ഒരുപാട് ഭക്ഷണശാലകളുണ്ട് കേട്ടോ. വഴി നീളെ വരിയായിട്ട് ഭക്ഷണശാലകളാണ്. അപ്പൊ നമുക്ക് പോയി ഇതിലൊക്കെ കഴിക്കാം. എന്തിനും വെറൈറ്റി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ മെയിൻ ഐറ്റം ഒരു മീനിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്.